ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വളരെ ഷോക്കിംഗ് ആയ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ലാലേട്ടൻ പറഞ്ഞു റോക്കി അത് ചെയ്ത് കാണിച്ചു. തൊട്ടു പിന്നാലെ റോക്കി ഇപ്പോൾ പുറത്തുമായിരിക്കുന്നു. ഈ സീസണിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാർത്തകളിൽ ഒന്നാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും റോക്കി പുറത്തായിരിക്കുന്നു എന്നൊരു വാർത്ത. പുറത്തു വന്നിരിക്കുന്ന പ്രൊമോകൾ ഉൾപ്പെടെ അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ എപ്പിസോഡിന് ശേഷമുള്ള ദിവസം സിജോയും റോക്കിയും തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുകയും അതിനിടയിൽ ശക്തമായ നിയമലംഘനം നടക്കുകയും ചെയ്യുന്നു. സിജോ പ്രൊവോക്ക് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ റോക്കി സിജോയുടെ മുഖത്ത് ഇടിക്കുകയും അങ്ങനെ അത് ഒരു ശാരീരിക ഉപദ്രവമായി മാറുകയും അതേ തുടർന്ന് ബിഗ് ബോസ് റോക്കിയെ പുറത്താക്കുകയും ചെയ്യുന്നു. ഏതായാലും റോക്കി സിജോയെ ഇടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് എന്നുള്ളത് ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടില്ലെങ്കിലും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി റോക്കിയെ ഒരു സീക്രട്ട് റൂമിലേക്കോ മറ്റോ മാറ്റിയെന്നും വൈകാതെ തന്നെ റോക്കി ഷോയിൽ നിന്ന് പുറത്താകും എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ച ഗബ്രിക്കും ജാസ്മിനും എതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും അവരോടുള്ള ദേഷ്യം വീട്ടിലെ വസ്തുക്കൾ തകർത്ത് പ്രകടിപ്പിക്കുകയും അതുകൂടാതെ അവരോട് വളരെ പരുഷമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അതിന് ഒരു ശിക്ഷ കൊടുക്കാനായി ഡയറക്റ്റായി എവിക്ഷൻ നോമിനേഷനിൽ റോക്കിയെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ലാലേട്ടന്റെ എപ്പിസോഡിൽ കാര്യമായ രീതിയിൽ റോക്കിയെ ഇതിനെതിരെ ശകാരിച്ചില്ല എന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും ഇതിൽ കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ശക്തമായ വാണിംഗ് നൽകുകയും ചെയ്യണമായിരുന്നെന്നും അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിലവിൽ റോക്കി ഇങ്ങനെ പ്രതികരിക്കുകയും ഇപ്പോൾ ബിഗ് ബോസ് വീടിന് പുറത്താകുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഏതായാലും ബിഗ് ബോസ് വീട്ടിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരുപക്ഷെ ഫൈനൽ 5-ലേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് റോക്കി. പുറത്താകുകയാണെങ്കിൽ പുറത്താകുക. ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച സംപ്രേഷണം ചെയ്യുന്ന എപ്പിസോഡിൽ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു.